വീട്ടിൽ ബർക്കത്തുണ്ടാകാൻ പ്രധാനപ്പെട്ട ഒരു കാരണം അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുർആൻ ഓത്ത് വീട്ടിൽ അധികരിപ്പിക്കണം. ഷാമാരിബിന്റെ ഇടയിലൊക്കെ ഖുർആൻ ഓതുന്ന വീട് കേട്ടാൽ കേട്ടുക്കാനൊരു പുതിയ. ഞാൻ നാളെ സ്ഥലത്ത് പോയപ്പോൾ അങ്ങനെ ഖുർആൻ ഓതുന്ന കേട്ടു. വീട്ടിൻ്റെ ഉള്ളിൽ മക്കൾ കുറച്ചു നേരം അവിടെ അങ്ങനെ നിന്നു, സന്തോഷം കൊണ്ട്. കുട്ടികൾ ഇശാമാരിബിന്റെ ഇടയിൽ വീട്ടിൽ നിന്ന് ഖുർആൻ ഓതുന്ന കേട്ടപ്പോൾ സന്തോഷം കൊണ്ട് കുറച്ചു നേരം നിന്ന് കേട്ടു. അക്സിറൂ മിൻ തിലാവത്തിൽ ഖുർആൻ ഫീ ബുയൂതിക്കും, നിങ്ങൾ ഖുർആൻ ഓത്ത് വീടുകളിൽ അധികരിപ്പിക്കണം. ഫൈനൽ ബൈത്തല്ലദീ ലാ യുഖറഉ ഫീഹി ഖുർആൻ, ഖുർആനോത്ത് നടക്കാത്ത വീട്, ഇന്നിന്റെ പ്രഭാതവും ഇന്നിന്റെ സായാഹ്നവും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിക്കോളൂ. ഇന്നലെ വരെ അങ്ങനെയാണെങ്കിൽ നാളെ മുതൽ മാറ്റിക്കോളൂ, രാവിലെ മുതൽ മാറ്റിക്കോളൂ. ഖുർആനോത്ത് നടക്കാത്ത വീട് യഖില്ലു ഖൈറുഹു, ആ വീട്ടിൽ നന്മ കുറയുന്നു. വയക്സുറു ശർറുഹു, എടങ്ങേറ് പെരുകുന്നു. മക്കള് തെമ്മാടികളാകുന്നു, നാടോടികളാകുന്നു, പെണ്ണുപിടിയന്മാരാകുന്നു, കള്ളുകുടിയന്മാരാകുന്നു, അസാൻമാർഗിക പ്രവണതകളെ നെഞ്ചിലേറ്റുന്നവരാകുന്നു, നല്ലതിന്റെ പക്ഷത്തൊന്നും ഇരുന്നു കൊടുക്കാത്തവരാകുന്നു. യക്സുറു ശർറുഹു, എടങ്ങേറ് പെരുകുന്നു. വയളീഖു അലാ അഹ്ലിഹി, ആ വീട്ടുകാർക്ക് തന്നെ സങ്കുചിതത്വ മനോഭാവം വരുന്നു. ഒരാൾക്കൊരാളെ കണ്ടൂടാ, മറ്റാൾക്ക് മറ്റാളെ കണ്ടൂടാ, അയാൾക്ക് ഇയാളെ കണ്ടൂടാ. ഇത് ഖുർആൻ ഓതാത്ത വീട്ടിലാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നല്ല ഭവനങ്ങളാകണമെങ്കിൽ ഖുർആനോത്ത് നടക്കണം. അതൊരു മാതൃകയായിട്ട് അവിടെ പഠിപ്പിക്കണം. പഴയ കാലത്ത് ആ വെല്ലിപ്പിയും വെല്ലിമ്മയും എപ്പോഴാണോ രണ്ടാളും ഒഴിഞ്ഞു പോകുന്നത്, വെല്ലിപ്പാന്റെ തസ്ബീഹ്മാല ഇങ്ങനെ എപ്പോഴാണോ മറിച്ച് നിൽക്കുക, മക്കളൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. എല്ലാവർക്കും പണിക്ക് പോകാനുള്ളതല്ല. തസ്ബീഹ്മാല മറിച്ച് കട്ടൻ ചായന്റെ ക്ലാസ്സിലേക്ക് വെല്ലിപ്പ അങ്ങനെ കൈ വെച്ചാൽ കുട്ടികളെ ഏകദേശം ഓതി നിർത്തിയിട്ട് അവരങ്ങ് പോകും. അതൊരു സന്തോഷം ആ വീട്ടിൽ. ഇന്ന് നമ്മൾ താമസിക്കുന്ന ഒരു വീടിന്റെ 4 ആള് താമസിക്കുന്ന ഒരു വീടിന്റെ സൗകര്യമല്ല അന്നത്തെ ആ തറവാട് വീട്ടിന്. ഇന്ന് 10 ആൾക്ക് താമസിക്കാനുള്ള വീട്ടിൽ 2 ആള് താമസിച്ചിട്ടും മാനസികമായുള്ള പ്രയാസവും പ്രതിസന്ധിയും തീരുന്നില്ല. ഒന്നാലോചിച്ചു, എടങ്ങേറ് എവിടെ കുറയുന്നത്? എപ്പോഴും മശക്കത്തുകളല്ലേ, എപ്പോഴും പ്രതിസന്ധികളല്ലേ, സൗകര്യങ്ങൾ എമ്പാടും വന്നു നിന്നിട്ടില്ലേ? അപ്പൊ സൗകര്യങ്ങളുടെ പറുദീസയിലല്ല ജീവിതത്തിന്റെ സമാധാനം കിടക്കുന്നത്, ആത്മീയമായ പുരോഗതിയിലും അതിന്റെ വളർച്ചയിലുമാണ്. അതെപ്പോഴും മനസ്സിലാക്കുകയും എപ്പോഴും ശീലമാക്കുകയും എപ്പോഴും കൊണ്ടു നടക്കുകയും ചെയ്യണം. ഒരൊറ്റ ദിവസം അത് വിട്ടോ അതനുസരിച്ച് എടങ്ങേറുണ്ടാവും. ഖുർആൻ ഓത്തൊരു ദിവസം ആ വീട്ടിൽ നടന്നില്ലേ അതിനനുസരിച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഫൈനൽ ബൈത്തല്ലദീ ലാ യുഖറഉ ഫീഹി ഖുർആൻ, ഖുർആൻ ഓത്ത് നടക്കാത്ത വീട് യഖില്ലു ഖൈറുഹു, അവിടെ നന്മ കുറയും. വയക്സുറു ശർറുഹു, തിന്മ അധികരിക്കും, എടങ്ങേറ് അധികരിക്കും. വയളീഖു അലാ അഹ്ലിഹി, ആ വീട്ടുകാർക്ക് തന്നെ പരസ്പരം ജീവിതത്തിന് എടങ്ങേറ് കൂടി വരും. അങ്ങനെ വരാൻ പാടില്ല, നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. പോരാ, വീട്ടിൽ താമസിക്കുന്ന സ്ഥലങ്ങൾ പുറംഭാഗവും ഉൾഭാഗവും നല്ല വൃത്തി വേണം, ശുദ്ധി വേണം. അഴുക്ക് ചാലുകളായി കിടക്കുന്ന വേസ്റ്റുകൾ തള്ളുന്ന സ്ഥലം, മുറ്റങ്ങളൊക്കെ നല്ല വൃത്തി വേണം. തുഹിറൂ അഫ്നിയതകും, നിങ്ങളെ വീടിന്റെ മുറ്റങ്ങൾ നിങ്ങൾ ശുദ്ധിയാക്കണം. ഫൈനൽ യഹൂദ ലാ തുതഹിറു അഫ്നിയതഹാ, ജൂതന്മാര് വീടിന്റെ മുറ്റങ്ങൾ ശ്രദ്ധിക്കാറില്ല, സൂക്ഷിക്കാറില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതുകൊണ്ട് വീടിന്റെ മുറ്റങ്ങൾക്ക് നല്ല ശുദ്ധി വേണം. എപ്പോഴെങ്കിലും വീട്ടിൽ ഖുർആൻ ഓതിയാൽ പോരാ, എന്നും വീട്ടിൽ ഖുർആൻ ഓതണം. ഇടക്കിടക്ക് ഓതിയാൽ മതിയോ? അതും പോരാ. അതാണ് ഞാൻ തുടക്കത്തിൽ ഉദ്ധരിച്ച ഹദീസ്, ലാ തജഅലൂ ബുയൂതകും മഖാബിറ, നിങ്ങളെ വീടുകളെ നിങ്ങൾ മഖ്ബറകളാകരുത്. മഖ്ബറകളിൽ എന്നും മൂത്ത് നടക്കുന്നുണ്ടോ എന്ന് പോയി നോക്കൂ. ഇല്ലല്ലോ. ഒരാളെ മറവ് ചെയ്യുമ്പോ, അല്ലെങ്കിൽ വെള്ളിയാഴ്ച സിയാറത്ത് നടക്കുമ്പോ, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ആരെങ്കിലും വരുമ്പോ ഇതുപോലെ നടന്നാ പോരെ. വീട്ടിൽ ദായിമായി ഓത്ത് നടക്കണേ. അത് വീടിന്റെ ഒരു സ്വഭാവമാകണം.
ഒരാൾ പോലും ഒരു ദിവസവും ഓതാത്തൊരു സമ്പ്രദായം ആ വീട്ടിലുണ്ടാകരുത്. ഫഇന്ന ശൈത്വാന യഫിറു മിനൽ ബൈത്തില്ലദീ തുഖറു ഫീഹി സൂറത്തുൽ ബഖറ. സൂറത്തുൽ ബഖറ ഓതപ്പെടുന്ന വീട്ടിൽ നിന്ന് ശൈത്താൻ ഓടിപ്പോകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇമാം മുസ്ലിം സ്വഹീഹിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസല്ലേ ഇത്. വീട്ടിൽ വെച്ച് ഖുർആൻ ഓതുമ്പോ വീട്ടിലേക്ക് മലക്കുകൾ ഇറങ്ങി വരുന്നത് സ്വഹാബത്ത് ദർശിച്ചില്ലയോ? ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹു നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മഹാൻ പറഞ്ഞു, ഞാൻ എന്റെ വീട്ടിന്റെ മുറ്റത്ത് വെച്ച് ഉമ്മരപ്പടിയിൽ ഉമ്മരത്ത് വെച്ച് കൊലായിൽ വെച്ച് ഖുർആൻ ഓതുകയാണ്. സൂറത്തുൽ കഹ്ഫാണ് ഓതിയതെന്നും റിപ്പോർട്ടിലുണ്ട്, സൂറത്തുൽ ബഖറയാണ് എന്നും വേറൊരു റിപ്പോർട്ടിലുണ്ട്. ഖുർആനാണെന്നുള്ളിൽ തർക്കല്ല. ഓതിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓതുമ്പോ നേരെ സൈഡിലാണ് എന്റെ മകൻ യഹ്യ കിടക്കുന്നത്. ആ യഹ്യ കിടക്കുന്നതിന്റെ അപ്പുറത്താണ് എന്റെ കുതിരയെ ഞാൻ കെട്ടിയിട്ടിരിക്കുന്നത്. കുതിര കയറ് പൊട്ടിച്ച് ഓടാൻ തുടങ്ങുന്നു. കുതിര നേരെ അവിടുന്ന് ഇങ്ങോട്ട് ചാടിയാൽ എന്റെ മകന്റെ ദേഹത്തിലാണ് ചവിട്ടുക. പിന്നെന്റെ മകൻ ജീവൻ ഉണ്ടാകൂല. ഞാൻ പെട്ടെന്ന് ഓത്തു നിർത്തി ഇറങ്ങിപ്പോയി. കുതിരയെ നന്നായി കെട്ടിയിട്ട് വന്നു. രണ്ടാമതും ഞാൻ ഓത്തു തുടങ്ങി. അപ്പൊ ഏതാ കുതിര വീണ്ടും കാറ് പൊട്ടിച്ച് നേരത്തെ ഉള്ളതിനേക്കാൾ ഊക്കിലോടാൻ തുടങ്ങുന്നു. ഞാൻ പിന്നെയും ഇറങ്ങി വന്ന് രണ്ടാമതും നന്നായി ബന്ധിച്ചു. മൂന്നാമത്തെ തവണയും ഞാൻ ഓതാൻ തുടങ്ങി. ഓതിയപ്പോൾ വീണ്ടും കുതിര കാറ് പൊട്ടിച്ച് ഓടുന്നൊരുത്തതേ ഒരു തീരുമാനത്തിലാണ്. ആ ഒരു തീരുമാനം കണ്ടപ്പോ ഞാൻ വല്ലാതെ പേടിച്ചു. ഞാൻ പോയിട്ട് കുതിരയെ നന്നായി ബന്ധിച്ചു. അങ്ങനെ ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ മേലോട്ട് നോക്കുമ്പോ ഞാൻ കാണുന്നത് കുറെ വിളക്ക് കത്തിച്ച ഒരു മേഘം എന്റെ വീടിന്റെ മേൽഭാഗത്തേക്ക് ഇങ്ങനെ താഴ്ന്ന് താഴ്ന്ന് വരികയാണ്. ഫൈദ സഹാബത്തു ഫീഹാ അംസാലുൽ മസാബി. ഒരു മേഘം താഴ്ന്നു വരുന്നുണ്ട്. ആ മേഘത്തിൽ ഞാൻ കാണുന്നത് വിളക്കുകളാണ്, വിളക്കിന്റെ രൂപങ്ങളാണ്. ഞാൻ ഓത്തവിടെ നിർത്തിയിട്ട് കിടന്നുറങ്ങി. രാവിലെ തന്നെ ഞാനിത് പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, ഓ നബിയെ, ഞാൻ ഇങ്ങനൊരു വിഷയം കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്താണത് എന്നറിയുമോ? ഇല്ല നബിയെ, എനിക്കറിയൂല. തിൽക്കൽ മലായിക, അത് മലക്കുകളാണ്. ധനത്തിൽ സൗത്തിക്ക, നിങ്ങളെ ശബ്ദം കേട്ട് അടുത്തടുത്ത് വന്നതാണ്. വലൗ ഖറഅത ലഅസ്ബഹത യൻദുറു നാസു ഇലൈഹാ ലാ തതവാറ അൻഹും. നേരം വെളുക്കും വരെ നിങ്ങൾ ഓതിയിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്കൊക്കെ ആ വിളക്കുമാടങ്ങൾ ശരിക്ക് കാണാമായിരുന്നു. സുബഹി വരെ മറയാതെ അവരങ്ങനെ വീട്ടിന്റെ മേലെ തന്നെ നിൽക്കുമായിരുന്നു, പോകാതെ. നിങ്ങൾ ഓത്തു നിർത്തിയത് കൊണ്ട് അവര് മേലോട്ടുയർന്നു പോയി. എന്നാലും നിങ്ങൾ ആലോചിച്ചു നോക്കൂ, വീടിന്റെ വല്ലാത്തൊരു കാവലും അനുഗ്രഹവും. ആ വീട്ടിൽ നല്ല ഐക്യത്തോടെ, ഇണക്കത്തോടെ, സ്നേഹത്തോടെ, നല്ല കാവലോടെ കഴിയാനുള്ള വലിയൊരു ഭാഗ്യം വിശുദ്ധ ഖുർആൻ കൊണ്ട് നമുക്ക് ലഭിക്കണം. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കാണിച്ചു തന്നൊരു ശൈലിയാണത്. ഞാൻ എൻ്റെ ഉമ്മമാരോട് പറയട്ടെ, കുട്ടികളെ നല്ല സ്വഭാവത്തിൽ വളർത്തണം. സ്വഭാവക്കേടുണ്ടാകരുത്. ഒരിക്കൽ പോലും ഒരു കളവിന് പ്രേരിപ്പിക്കുന്ന, ഒരു അനാവശ്യത്തിന് പ്രേരിപ്പിക്കുന്ന, ഒരു നുണക്ക് പ്രേരിപ്പിക്കുന്ന, ഒരു കുറ്റകൃത്യത്തിന് പ്രേരിപ്പിക്കുന്ന ഒന്നും നമ്മളിൽ നിന്നുണ്ടാകരുത്. നമ്മളാകരുത് കുട്ടികളെ കുറ്റക്കാരാക്കി വളർത്തുന്നത്. നമ്മളാകരുത് അവരെ തെറ്റുകാരാക്കി വളർത്തുന്നത്. അവര് ശിക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നാം ശിക്ഷിക്കപ്പെടാൻ വകുപ്പുണ്ടാക്കരുത്. നല്ല സ്വഭാവങ്ങൾ കാണിച്ചു കൊടുക്കണം. കണ്ടില്ലേ നിങ്ങൾ, അബ്ദുല്ലാഹി ബിൻ അംർ റളിയല്ലാഹു അൻഹു പറയുന്നു, എന്റെ വീട്ടിന്റെ മുറ്റത്തുകൂടെ നബി തങ്ങൾ ഇങ്ങനെ പോവുകയാണ്. ഞാൻ കുട്ടിയാണ്, മഹാനവരോട് പറയാം, ഞാൻ ചെറിയ കുട്ടിയാണ്. കുട്ടിക്കാലത്ത് നടന്നൊരു സംഭവം ഓർത്തെടുത്ത് പറയാം. എന്റെ ഉമ്മ എന്നെ വീട്ടിലേക്ക് ഇങ്ങനെ വിളിക്കുന്നുണ്ട്. മോനെ വാ, മോനെ വാ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. എന്റെ ഉമ്മ ഇങ്ങനെ കൈ ഇങ്ങനെ ചുരുട്ടിയിട്ടാ വിളിക്കുന്നത്, മോനെ വാ എന്നാ എന്നും പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിന്റെ മുറ്റത്തൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ എന്റെ ഉമ്മാനോട് ചോദിച്ചു, ആ കൈയിന്റെ ഉള്ളിൽ വല്ലതും കൊടുക്കാനുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ എന്റെ ഉമ്മ അങ്ങനെ കൈ ഇങ്ങനെ നിവർത്തി കാണിച്ചു കൊടുത്തൊരു കാരക്കണ്ടതിന്റെ ഉള്ളിൽ. അപ്പൊ നബി, ഇത് കൊടുക്കാൻ ഉദ്ദേശമുണ്ടോ വിളിക്കുന്നത്? തങ്ങൾ എന്തെങ്ങനെ ചോദിച്ചതെന്ന് ചോദിച്ചു. ഒന്നും കൊടുക്കാൻ ഉദ്ദേശമില്ല, കുട്ടി വരും വേണം, എന്നാൽ അതൊരു കളവാകുന്നു എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുട്ടികളെ വിളിക്കൽ എങ്ങനെ? മിഠായിന്റെ പേരൊന്നും ഇപ്പൊ പറയാൻ ധൈര്യമില്ല, കാരണം എല്ലാ മിഠായിന്റെ കൂടി ബാറ് കൂട്ടിയിട്ടുണ്ട് ഇപ്പോ. മുമ്പത്തെ പോലൊന്നല്ല. മുമ്പുള്ള മിഠായിക്കൊന്നും അങ്ങനെ ഒരു കുഴപ്പമില്ലല്ലോ. ഇപ്പോഴുള്ള മിഠായിന്റെ കൂടെ ഒക്കെ ഒരു ബാറ് ചേർത്തെടുത്തിട്ട് എന്തിനാന്നറിയില്ല. അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കുട്ടികളെ വിളിക്കാൻ.
കുട്ടികൾ ഊറ്റത്തിൽ ഓടി വരാണ്. എവിടെ നോക്കുമ്പോൾ പറയും മറ്റാളെ പീടികയിലുണ്ട് എന്ന്, അല്ലെങ്കിൽ അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട്. കളവാൻ, നുണയാണത്. കുട്ടികളെ പഠിപ്പിക്കരുത് എന്ന് കരുതിയിട്ടാണ് ബോധപൂർവം തങ്ങൾ ചോദിച്ചത്. ഇത്ര പോലും സ്വഭാവ ദൂഷ്യം വരാതെ നമ്മൾ സംരക്ഷണം കൊടുക്കണം, നമ്മൾ സൂക്ഷ്മതയിൽ വളർത്തണം. നമ്മൾ വളർത്തുന്നിടത്ത് വന്ന അപാകത മൂലം എന്റെ ബാപ്പയും ഉമ്മയും എന്നെ ഇങ്ങനെയാക്കിയതാണെന്ന് പറഞ്ഞുകൂടാ. വീട്ടിന്റെ ഉള്ളില് ബാപ്പയില്ലാതെ ഉമ്മ മാത്രം മക്കളെ വളർത്തിയിട്ട് വലിയ വലിയ പണ്ഡിതന്മാരാക്കി അവരെ വളർത്തിയെടുത്തിട്ടില്ലേ? നിങ്ങൾ കണ്ടില്ലേ എത്ര വലിയ മഹാന്മാർ. മദീനയിൽ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെയുള്ള വലിയൊരു മഹാനാണ് അബൂ അബ്ദുറഹ്മാൻ എന്ന് വിളിക്കുന്ന റബീ റളിയല്ലാഹു അൻഹു. റബീ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് മഹാനവറുകൾക്ക് 1 വയസ്സ് പ്രായമുണ്ടാകുന്ന സമയത്ത് ജോലിക്ക് വേണ്ടി ഒരു നാട് വിട്ട് മദീന വിട്ട് മറ്റൊരു നാട്ടിലേക്ക് പോയി. 30 കൊല്ലം കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരുന്നത്. അപ്പാന്റെ പേര് ഫറൂഖ് എന്നാണ്. തിരിച്ചു വരിക. പോകുന്ന സമയത്ത് ഉമ്മാന്റെ കയ്യിൽ 30,000 ദീനാർ കൊടുത്തിട്ടുണ്ട്. ആ 30,000 ദീനാർ ഞാൻ പോയിട്ട് അതുപോലെ വരാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇതുകൊണ്ട് നല്ലക്ക് ജീവിച്ചോളൂ. ജീവിതത്തിൽ നിങ്ങൾ കുഴങ്ങുന്നില്ല, ഞാൻ ജോലിക്ക് പോകുകയാണ്, ചിലപ്പോൾ തടസ്സം ഉണ്ടായിട്ട് കുറച്ച് വൈകിപ്പോകും. 30 കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. ഉമ്മമാര് ശരിക്കും ശ്രദ്ധിക്കണം. മക്കളെ ഒരു നിലക്കും കേടാക്കാൻ പാടില്ല. അവർ കേടായ എന്തെങ്കിലും സ്വഭാവം ഉണ്ടെങ്കിൽ നമ്മൾ തീർക്കണം. ഒരു കുട്ടി സ്കൂൾ വിട്ട് വന്നിട്ട് ഉമ്മാനോട് പറയും, ഉമ്മ നിങ്ങൾ തന്ന 20 രൂപ എപ്പോഴും എൻ്റെ കീശയിലുണ്ട്. അപ്പൊ ഉമ്മ ചോദിച്ചു, മോനെ നീ ബസ്സിൽ കണ്ടക്ടർക്ക് പൈസ കൊടുത്തില്ലേ? അപ്പൊ കുട്ടി പറഞ്ഞു, ഞാൻ ബസ്സിലങ്ങ് കയറുമ്പോ അയാൾ ബസ്സിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട് മുന്നിലെ ഡോറിലൂടെ അങ്ങോട്ട് കയറി. നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഞാനങ്ങനെ വിചാരിച്ചു എൻ്റെ അടുത്തേക്ക് വരും. എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ അയാൾ എത്തുമ്പോഴേക്ക് പിന്നെയും മുന്നിൽ ആൾ കയറി, ആൾ മുന്നിലേക്ക് ഇങ്ങനെ പോയി. പിന്നെ ബാക്കിലുള്ള ആ ഡോറ് തുറക്കുന്ന ആളടുത്ത് എല്ലാവരും പൈസ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ഞാനത് കൊടുത്തുമില്ല, എന്നോട് ചോദിച്ചോളൂ, ഞാൻ ഇങ്ങനെ ഇറങ്ങിപ്പോന്നത്. അപ്പൊ കുട്ടീനെ പുറം തൊട്ടിട്ട് പുറങ്ങനെ കൊട്ടിയിട്ട്, മോനെ നീ നല്ല മിടുക്കരാന്ന് പറഞ്ഞാൽ ഭാവിയിൽ മഹാകള്ളനാന്ന് അതിന്റെ അർത്ഥം. ഒരു മിടുക്കല്ലത്. ഉടനെ പറഞ്ഞേക്കണം. ഏതാണോ യാത്ര ചെയ്ത ബസ്, ആ ബസ്സിലെ കണ്ടക്ടറെ കണ്ട് പൊരുത്തപ്പെടിച്ച് കൊടുക്കേണ്ട പണം കൊടുക്കണം. അത് നിയമിച്ചത് എത്രയാണോ നിയമമാക്കിയത് അത്ര കൊടുക്കണം. ഒരു ചെറിയ കിൽട്ട് പോലും പഠിപ്പിക്കാൻ പാടില്ല. അങ്ങനെ പഠിപ്പിച്ചാൽ പിന്നെ അതിന്റെ മൂത്ത ആളായിട്ടങ്ങ് വളർന്നു വരും. സുബ്ഹാനല്ലാഹ്. ഒരു ചെറിയ തെറ്റ് കുട്ടിയിൽ നിന്ന് കണ്ടാൽ ബാപ്പയും ഉമ്മയും നല്ല സ്നേഹത്തോടെ ഉപദേശിക്കണം. സ്നേഹത്തോടെ ഉപദേശിക്കുന്നതിന് പകരം വിമർശനം മാത്രമാണോ നിങ്ങളെ ഭാഗത്തുനിന്ന് വരുന്നത്? ഉമ്മമാര് ശരിക്ക് ശ്രദ്ധിച്ചോളണം. അവന്റെ അപ്പുറത്ത് ശൈത്താൻ പതിയിരുന്നിട്ട് പറയും, ചെറിയൊരു തെറ്റ് ചെയ്തപ്പോഴേക്ക് നിന്റെ ബാപ്പ ഇങ്ങനെ പറഞ്ഞുവെങ്കിൽ, ചെറിയൊരു വിഷയം ഉണ്ടായപ്പോഴേക്ക് നിന്റെ ഉമ്മ ഇങ്ങനെ പറഞ്ഞുവെങ്കിൽ നീ തീർത്തും ആ തെറ്റ് ചെയ്തങ്ങ് ജീവിച്ചോ, ഇനി അതിലാണ് രക്ഷ. അങ്ങനെയായാൽ ആ തെറ്റിന് മൂപ്പങ്ങനെ കൂടി വരും. നമ്മൾ ചിന്തിക്കും, ഞാൻ എത്ര പറഞ്ഞിട്ടെന്താ ഈ കുട്ടി മാറാത്തത്? പറച്ചില് ശരിയാകാഞ്ഞിട്ടാ. തെറ്റ് ചെയ്ത കുട്ടിയെ അനാവശ്യം വിളിച്ചിട്ടല്ല സംബോധന നടത്തേണ്ടത്. നല്ല രൂപത്തിൽ ഹൃദ്യമായി ഉപദേശിക്കണം. ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു തആല അൻഹുവിന്റെ മാർഗ്ഗരേഖകൾ വരച്ചു കാണിച്ചിട്ടുണ്ട്. ഞാനത് ഇവിടെ വായിക്കുന്നില്ല. 3-4 പേജുകൾ മഹാനവറുകൾ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞ സ്ഥിതിക്ക് ഒരു ചെറിയ കാര്യം പറയട്ടെ. ഒരു തെറ്റെങ്ങനെ കണ്ടാൽ ആ കുട്ടിയെ വിളിച്ച് ബാപ്പ ഉപദേശിക്കണം. ബാപ്പ കണ്ടത് ഉമ്മാനോട് പറയാതെ ബാപ്പ ഉപദേശിക്കണം. ഉമ്മ കണ്ടത് ബാപ്പാനോട് പറയാതെ ഉമ്മ ഉപദേശിക്കണം. അങ്ങ് തിരുത്തിന്ന് കൂട്ടിക്കോളൂ. പിന്നൊരു കാലത്തും അതിനെപ്പറ്റി ഓർമ്മിപ്പിക്കാൻ പാടില്ല. ഒരു 10 രൂപ ഏറെടുത്തു പോയതിനാണ് ഒരു കുട്ടിയുടെ ശരീരം മൊത്തം ഒരു മാതാവ് പൊള്ളിച്ചത്. നിങ്ങൾ എല്ലാവരും വായിച്ചില്ലേ പത്രത്തിൽ? ഒന്നും ചെയ്യാൻ പാടില്ല. എത്ര വലിയ കാഠിന്യമുള്ള അവസ്ഥയാണത്. കടുത്ത ശിക്ഷയല്ലേ അള്ളാഹുവിന് ലഭിക്കുക. ഒരിക്കലും ചെയ്യാൻ പാടില്ലത്. ഉപദേശം കൊടുക്കേണ്ട ചെറിയ പ്രായത്തിലുള്ള കുട്ടിയെ, സ്നേഹത്തോടെ വളർത്തേണ്ട കുട്ടിയെ ഒരു ചെറിയ റഫത്തും റഹ്മത്തും പോലും ഇല്ലാതെ ഇങ്ങനെ ചെയ്യാന്നാണ് എത്ര വലിയ മോശം. വാർത്ത വായിച്ചിട്ട് വരെ നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല. പിന്നിങ്ങനെ രംഗങ്ങൾ കാണുമ്പോൾ സഹോദരന്മാരെ, സ്നേഹമസന്നമായ ഉപദേശത്തിനപ്പുറം ഒരു മരുന്ന് ലോകത്ത് വേറെയില്ല. അതിന് മാറ്റിയെടുക്കാൻ കഴിയുമ്പോൾ ഒരു മാറ്റം ലോകത്ത് വേറെയില്ല. ഏത് ദുസ്വഭാവക്കാരനെയും നന്നാക്കാൻ അയാളുടെ നന്മ വായിച്ചറിഞ്ഞിട്ട് അയാൾ ഉപദേശിക്കലാണ് നല്ലത്.
അതിലപ്പുറം ഒരു മരുന്നില്ല, ഏറ്റവും നല്ല അതല്ലേ. അപ്പൊ ആ കുട്ടിയെ, ഒരു തെറ്റ് ചെയ്യുന്ന കുട്ടിയെ ബാപ്പ കണ്ടാൽ, ഉദാഹരണമായി പറയാം, ഒരു ബാപ്പ പള്ളിയിൽ നിന്ന് അങ്ങനെ വീട്ടിൽ പോകുകയാണ്. ആ ബാപ്പക്ക് നേരത്തെ ഒന്നോ ശീലമായ ഒരു പുകവലിയുണ്ട്. അങ്ങനെ കൂട്ടിക്കൊള്ളി, നിങ്ങൾ ഉദാഹരണം ഉള്ള ആൾക്കാർ അവരെ തന്നെ ഒന്ന് കൂട്ടിക്കൊള്ളി, ഉദാഹരണം പുകവലിക്കുന്ന സ്വഭാവമുണ്ട്. അയാളങ്ങനെ സുന്നത്താണ്ട് വലിക്കല്ല, ശീലമായതുകൊണ്ട് അങ്ങനെ ഒഴിവാക്കാനും മുപ്പരങ്ങനെ പറയുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്. അതങ്ങനെ കൂടപ്പുറപ്പായി മാറിയതാണ്. ബാപ്പ അങ്ങനെ പോയി നോക്കുമ്പോ ബാത്റൂമിന്റെ ബാക്കിൽ നിന്ന് ഇങ്ങനെ പുകച്ചുരുളുകൾ ഇങ്ങനെ ഉയരുന്നുണ്ട്. പതുക്കെ പോയി നോക്കുമ്പോ ഒരു 5-ാം വയസ്സായ നല്ല കുസൃതിക്കാരനായ കുട്ടിയുണ്ട്. ആ കുട്ടി കടലാസ് ഇങ്ങനെ ചുറ്റി പതുക്കെ തീ കൊടുത്തിട്ട് ഇങ്ങനെ വലിക്കുക. കണ്ണൊന്നും മൂക്കൊന്നും ആകെ വെള്ളം ഒലിച്ചിട്ടുണ്ട്. ഈ കുട്ടിയെ കണ്ടപാട് അടുക്കളയിലുള്ള ഉമ്മാനെ വിളിച്ച് രംഗം വഷളാക്കരുത്, ആ കുട്ടിയെ പേടിപ്പിക്കരുത്. ഗസാലി ഇമാം തങ്ങൾ പറയാ, പേടിപ്പിക്കരുത്. ആ കുട്ടിയെ സ്നേഹത്തോടെ വിളിച്ചു കൊണ്ടുവന്ന് പറയണം, മോനെ ബാപ്പ ഇത് പണ്ടത്തെ കല്യാണത്തിലൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് സിഗരറ്റ് വലിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അന്ന് ബാപ്പ അങ്ങനെ തുടങ്ങി ശീലിച്ച് നിർത്തി കിട്ടിയെങ്കിൽ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. മോനെ ഏതായാലും ഇത് തുടങ്ങരുത്. ഇല്ല ബാപ്പ, ഞാൻ വെറുതെ നോക്കിയതാണ്. ബാപ്പ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുക പോകുമ്പോൾ എങ്ങനെയാണ് ഈ പുക പോകുന്നത് ഞാനൊന്ന് നോക്കിയതാണ്. നാ മോനെ പണിയെടുക്കരുത്. ഞാൻ എടുക്കൂല അപ്പൊ, ഞാൻ വെറുതെ ചെയ്തു നോക്കിയതാണ്. ബാപ്പാനോടുള്ള അദമ്യമായ സ്നേഹം കൊണ്ട് ആ കുട്ടിയത് പറഞ്ഞു നിർത്തി. എന്നാ പിന്നെ രക്ഷപ്പെട്ടു. അതേ സമയത്ത് 4 വീട്ടുകാരും ആ ഉമ്മയും വരുന്ന ആൾക്കാരും പിന്നെ ആ വീട്ടിൽ ആരൊക്കെ സന്ദർശകരെ വരുന്നുണ്ട് അവരോടൊക്കെ തിരിയുന്ന രൂപത്തിൽ ഇതങ്ങ് വിളമ്പിയാൽ അക്കുട്ടിയുടെ ഭാഗത്ത് പിശാച് സ്വാധീനം ചെലുത്തും. അക്കുട്ടിയെ കൊണ്ട് അന്ന് അവൻ ചുരുട്ടി വലിച്ച് കടലാസാണെങ്കിൽ പിന്നെ ദിനേശ് വീഡിയോ എടുപ്പിക്കും. അത് കഴിഞ്ഞാൽ അതിന്റെ മേലുള്ളത്, അത് കഴിഞ്ഞാൽ പിന്നെ ഉയരുള്ളത്, പിന്നെ പേരൊന്നും എനിക്കല്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു. പിന്നെ ഉയരുള്ളത്, പിന്നെ ഏറ്റവും വലിയ ഉയരുള്ളത് ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകും. അതുകൊണ്ട് അതല്ല അതിന്റെ ശൈലി. അവരെ ഉപദേശിക്കണം. ഉപദേശിച്ച് മാറ്റിയാൽ പിന്നെ ഒരു കാലത്ത് പറയാൻ പാടില്ല. പിന്നെ ആ കുട്ടിക്ക് പേരക്കുട്ടികളായി നിൽക്കുമ്പോ, അന്നൊക്കെ എനിക്കറിയാം, ഈ പണ്ട് 5-ാമത്തെ വയസ്സിൽ ആ വീഡിയോ വലിച്ചിട്ട് ഞാൻ എന്നെ പിടിച്ചില്ലേ. ഇത് പറയുമ്പോ മറ്റേ മക്കൾ ചിന്തിക്കുക, ആ എന്റെ വാപ്പാക്ക് അങ്ങനൊക്കെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നില്ലേ, വല്യാപ്പ അതാ പറയണത്. അത് തിരുത്താൻ പാടില്ല, അത് പറയാൻ പാടില്ല. പിന്നെ അത് വിട്ടേക്കണം. അവരെ നന്നാക്കുന്ന ശൈലിയല്ലേ. അതുകൊണ്ട് നല്ല സ്വഭാവങ്ങൾ കൊടുത്തവരെ നന്നാക്കണം, നല്ല ശൈലി കൊടുത്തവരെ നന്നാക്കണം.